മനുഷ്യന്മാരെന്തായാലും ക്ലീൻ ആക്കില്ല, മനുഷ്യന്മാരെന്തായാലും ക്ലീൻ ആക്കില്ല, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാര്. അപ്പൊ ഇത് റോബോട്ട് പോയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് അതൊരു ചാക്കിലാക്കിയിട്ട് കൊണ്ടുവരും. അണ്ടർ വാട്ടർ ഡ്രോൺ കുറെ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കുറെ പ്ലെയിനിൽ തന്നെ വെറൈറ്റി തരം പ്ലെയിനുകളും അല്ലാണ്ട് നമ്മുടെ മാവേലി എല്ലാ പ്രാവശ്യവും നടന്ന് ക്ഷീണിച്ചിട്ടാണ് എല്ലാ വീടുകളിലേക്കും വരാറ്. പോരാത്തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മാവേലി ആണെങ്കിൽ ആകെ ക്ഷീണമായി തുടങ്ങിയപ്പോഴത്തെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മാവേലി കുറച്ച് ക്ഷീണിക്കുന്നു, അപ്പൊ മാവേലിക്ക് കുറച്ച് വെള്ളം കൊടുക്കുന്നു, മാവേലിക്ക് വണ്ടി ഒരുക്കി കൊടുക്കുന്നു. നമ്മൾ യാത്ര തുടങ്ങുന്നതാ നമ്മളെ ഈ വണ്ടിയിൽ നമ്മളെ പ്ലാറ്റിനയിലാണ് പോകുന്നത്. തൃശ്ശൂരിലേക്ക് പോയിട്ട് നമ്മളെ മച്ചാനെ കാണാൻ പോകണം, മച്ചാൻ്റെ വിശേഷങ്ങൾ അറിയണം. അപ്പോൾ തൃശ്ശൂരിലേക്ക് നമ്മളെ പ്ലാറ്റിന ബൈക്കിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റൈഡ് ഈ വണ്ടിയിലാണ്. ഇത് നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്ന നമ്മളെ ലൊക്കേഷൻ തന്നെയാണ്. ഇതെൻ്റെ നാടാണ്, എൻ്റെ നാട്ടിലെ ഒരു ലൊക്കേഷനാണിത്. ഇവിടുന്നാണ് നമ്മൾ വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ നേരെ റൈഡിലേക്ക് പോകാം. ഇനി മറ്റു വിശേഷങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വെറൈറ്റി സൈക്കിൾ ഉണ്ടാക്കിയ ഒരാളെ കാണിച്ചു തരാനാണ്. ഇതേ നമുക്ക് കുറച്ച് തന്നെ ഒരു മാവേലി വേഷത്തിൽ തൃശ്ശൂർ മൊത്തം കറങ്ങി നടക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഈ ഒരു വണ്ടിക്ക്. അതായത് ഈ വണ്ടിക്ക് പ്രത്യേക തരം ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ തന്നെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രോയെ ഒന്ന് പരിചയപ്പെടാം. ബ്രോ എന്തായാലും എന്താ പേര്? ഡെന്നീസ്. ഒരുപാട് ഐറ്റംസ് ടെക് പരമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ക്രിയേഷൻ ഇവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിന് മുന്നേ ഒരു ഡ്രോൺ, അണ്ടർ വാട്ടർ ഡ്രോൺ കുറെ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കുറെ പ്ലെയിനിൽ തന്നെ വെറൈറ്റി തരം പ്ലെയിനുകളും കുറെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡെന്നീസിനെ പറ്റി ഒരുപാട് വീഡിയോ നമുക്ക് വരാനുണ്ട്. ഡെന്നീസ് ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് അല്ലേ? ഈ ഒരു സാധനം നമുക്ക് കണ്ട ഇത് ഓണത്തിന് ഇതിനുമ്പോ മാവേലി ആയിട്ട് ഇവന്റെ ഒരു സുഹൃത്ത് പോയിരുന്നു. സുഹൃത്തിന്റെ പേരെന്തായിരുന്നു? ആശീർവാദിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. മാവേലി കൈ തന്ന് ഹായ് പറയാനൊക്കെ പൂതിണ്ട്, പക്ഷേ വേണ്ട ജിമ്മാണല്ലോ. എന്താ എക്സ്പീരിയൻസ്? പൊളിയാണ്. എന്തുകൂടി പേരെന്ന് പറഞ്ഞ? ആശീർവാദ്. അപ്പൊ ആശീർവാദാണ് നമ്മളെ ഓണത്തിന് മാവേലി ആയിട്ട് ഉണ്ടായിനി അല്ലേ? ഏതായാലും അടിപൊളി. അന്ന് മീശൊക്കെ വരച്ച് ബിഗായിരുന്നു. ആശീർവാദ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഓണത്തിനല്ലേ തൃശ്ശൂര് മൊത്തം കറങ്ങിയില്ലേ? മൊത്തം സോഷ്യൽ മീഡിയയിലൊക്കെ കളിച്ച് തരംഗമായിരിക്കുന്നത് അന്ന്. എന്താണ് ഈ വണ്ടി ഉണ്ടാക്കാനൊരു കൺസെപ്റ്റ്? എന്തായിരുന്നു ഇതിന്റെ ഒരു? ഈ സൈക്കിൾ എന്ന് പറഞ്ഞത് പുറത്തൊക്കെ റേസിന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. റേസിന് ഉപയോഗിക്കുന്ന. അതായത് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു വെയിറ്റ് വരും. നമ്മളിപ്പോഴും അത് വെച്ചിട്ടില്ല, കാരണം കുറച്ച് കോസ്റ്റിന്റെ കുറച്ച് ബുദ്ധിമുട്ടും പിന്നെ കുറച്ച് ബിസി ആയതുകൊണ്ട് അത് ചെയ്തിട്ടില്ല നമ്മൾ. ആ വെയിറ്റ് വെക്കുമ്പോൾ ആ വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വണ്ടി നീങ്ങുക. അതായത് ഇപ്പൊ ചെറിയൊരു ഇറക്കം കിട്ടിയാൽ തന്നെ നല്ല സ്പീഡിൽ ചവിട്ടാനൊന്നും പറ്റില്ല. നമ്മുടെ ഇറക്കം കിട്ടിയാൽ മതി. ചെറിയൊരു ഇറക്കം കിട്ടിയാൽ തന്നെ പിന്നെ കുറേ ദൂരം പോകും അല്ലേ? ഇതിപ്പോ എത്ര ദൂരം ഓടിച്ചിട്ടുണ്ട് നീ? അങ്ങനെ പറയുകയാണെങ്കിൽ ഓടിച്ചിട്ടുണ്ട്. ഒരു 2 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ കാറ്റ് വരുമ്പോ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് കാറ്റ് വരുമ്പോ ശരിക്കും നമ്മള് മോട്ടറാണ് ഇതിൽ വെക്കാം. മോട്ടർ വെക്കാൻ മോട്ടർ വെച്ച് നമുക്ക് ബാറ്ററി സ്കൂട്ടൊക്കെ മാറി എല്ലായിടത്തും കൊണ്ടുപോലെ സംഗതി അടിപൊളിയായിട്ടുണ്ട്. ഒരു വെറൈറ്റി ഡിസൈൻ. ഇത് ഇപ്പൊ ഈ ഓണത്തിനായിട്ട് എന്താ സ്പെഷ്യലായിട്ട് നീ ഇറക്കിയത്? ഓണത്തിനാവുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവേലി അതും ഉണ്ട്. അതല്ലാണ്ട് നമ്മുടെ മാവേലി എല്ലാ പ്രാവശ്യവും നടന്ന് ക്ഷീണിച്ചിട്ടാണ് എല്ലാ വീടുകളിലേക്കും വരാറ്. പോരാത്തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മാവേലി ആണെങ്കിൽ ആകെ ക്ഷീണമായി തുടങ്ങിയപ്പോഴത്തെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മാവേലി കുറച്ച് വെള്ളം കൊടുക്കുന്നു, മാവേലിക്ക് വണ്ടി ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള ഒരു ആശയം. പോരാത്തന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ മാവേലി എന്ന് പറഞ്ഞാൽ ജിമ്മൊക്കെ പോയി നല്ല കട്ട മാവേലിയാ. പണ്ടത്തെ വയർ മാവേലി ഒക്കെ പോയി യൂത്ത് മാവേലിയാണ്. ആ മാവേലിയെ ഞാൻ കാണിച്ചു തരാം. ജിമ്മാണല്ലോ. എന്താ നമ്മള് പ്രത്യേക തരം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ഫുള്ള് ഇരുമ്പില്ലേ? നല്ല ഫുള്ള് മെറ്റലാ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരു സാധനം നമുക്ക് പൊക്കി നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ എന്താണ് താഴത്ത് ചെയ്തത്? ഇത് എന്താന്ന് ചെയ്യുന്നല്ലേ, നമ്മുടെ കാൽമുട്ട് ഇതിന്റെ മുകളിലാണ് വെക്കുക. ഇപ്പൊ ഇതിന്റെ ഉള്ളിലത്തും അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ലോറികളുടെ ഒക്കെ അടിയിലത്തെ ലീഫ് കണ്ടിട്ടുണ്ടോ? ലോറികളുടെ അടിയിലത്തെ ആ ലീഫാണ് ഈ കാണുന്നത്. ഇതിലും നല്ല ബലത്തിലാണ് നമ്മൾ ചെയ്തിരുന്നത്. കാരണം മുട്ട ഒരിക്കലും ഇതൊന്നും വിട്ടുപോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ മുട്ടന്റെ ചിരട്ടൊക്കെ തകരും. അതുകൊണ്ട് നമ്മളത് നല്ല സേഫ്റ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓടിച്ചു നോക്കട്ടെ. നമുക്ക് ഓടിച്ചു നോക്കട്ടെ. അത് കാണിച്ചു തരാം നമ്മളെ വീഡിയോ. ഞാനിതൊന്ന് ഓടിക്കുന്നുണ്ട്. അതുപോലെ മൂപ്പരെ വെച്ചിട്ട് ഇതൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. മൂപ്പരെ ഇത് ഫുൾ റൈഡ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം എത്രത്തോളം ഇത് സ്പീഡ് പോകാൻ കഴിയുന്നുണ്ടെന്ന്. അതുപോലെ ഇതും അത്ര കംഫർട്ട് ആണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ നമ്മളിത് ഓടിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ വെച്ചാൽ എന്റെ മുട്ടുകാല് പോകും. ഏയ് അതും വെച്ചാൽ സേഫാ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പൊളി പൊളി. എങ്ങനെ അതിനപ്പം പറഞ്ഞു ബ്രേക്ക് വിട്ടോട്ടോ. വിട്ടോ വിട്ടോ. സെറ്റ് ബ്രോ, സെറ്റ്. സംഗതി അടിപൊളി, അടിപൊളി. വീഡിയോ കട്ട് ചെയ്യണത് അനുഭവം പറയാം. ഓ സെറ്റ് സെറ്റ് മക്കളെ, പൊളി പൊളി വൈബ്. ഏകദേശം 1 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. അടിപൊളി വൈബ്, വേറെ ലെവല് സാധനം കേട്ടോ. ഓ മാസ് മതി. ഞാനിത് ഓടിച്ചു കേട്ടോ. കൊയങ്ങി. സംഗതി എന്താന്നോ, ഈ ഹെൽമെറ്റ് ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂട്. ഈ സാധനം ഇതാ ഒരു രക്ഷയില്ല കേട്ടോ. എങ്ങനെ ഇത് ഓടിച്ചു പോകുന്നത്? പ്രാക്ടീസ് തന്നെയാണ്. പ്രാക്ടീസ് നല്ലോണം വേണം, അല്ലാന്നുണ്ടെങ്കിൽ മുട്ടുംകാലും തലയൊക്കെ പൊളിയാൻ സാധ്യതയുണ്ട്. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ടയറൊക്കെ എവിടുന്ന് വെച്ചത്? ടയർ നമ്മുടെ സാധാരണ സൈക്കിളിന്റെ ടയറാണ്. അപ്പൊ സൈക്കിളിന്റെ ചില പാർട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 20 ഇഞ്ച് ടയർ സൈസ് വരുന്ന സൈക്കിളിന്റെ ഒരു പാർട്ടാണ്. ഒരു പാർട്ട്. ഇത് അതിന്റെ തന്നെ ടയറും. ഇത് കാൽവണ്ടിയുടെ ടയർ അല്ലേ വരുന്നത്? നമ്മുടെ സാധാരണ സൈക്കിൾ. അതേപോലെ തന്നെ ഈ ഫ്രണ്ടും അതെ. നമ്മൾ ചെയ്തിരിക്കണം എന്താ വെച്ചാൽ ആ സൈക്കിളിന്റെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് അതിന്റെ ഹാൻഡിൽ കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത്. ഇതിപ്പോ എങ്ങനെ ഇത് തല കുത്തനെയാണല്ലോ നിൽക്കുന്നത്? അത് നമ്മൾ കിടന്നിട്ടല്ല ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഹാൻഡിൽ ബാർ ഓപ്പോസിറ്റ്, തലഭാഗം തിരിച്ചു തിരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടിപൊളി. ബ്രേക്ക് എങ്ങനെ വരുന്നത്? ബ്രേക്ക് ഇപ്പൊ നമ്മുടെ സാധാ സൈക്കിളിന്റെ ബ്രേക്കാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊരിക്കലും സേഫ്റ്റി അങ്ങനെ ഒരിക്കലും പറയില്ല. ഡിസ്ക് ബ്രേക്ക് തന്നെ വേണം നമുക്ക്. അതുകൊണ്ട് ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെ നമുക്ക് വെക്കണം. ഓക്കെ, ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ബാക്കിലേക്ക്, ഇതിപ്പോ ഫ്രണ്ടിലേക്ക് മാത്രമല്ലേ മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ? ഇപ്പൊ ഫ്രണ്ടിലേക്ക് മാത്രം മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയും. ഇതെന്താണ് നിന്റെ ചാനലിന്റെ പേരാണോ? അതെ, എന്റെ ചാനലിന്റെ പേരാ. ചാനലിന്റെ പേര് എന്താ? ചാനലിന്റെ പേര് ഡെന്നി ദ മേക്കർ. ഓക്കെ. എന്താ അത്യാവശ്യം കുറെ ആയോ തുടങ്ങിയിട്ട്? ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പൊ 2 വർഷം ആവാറായിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ടെക് പരമായിട്ടുള്ള വീഡിയോകൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെക്കൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്ത്. കാരണം ഇങ്ങനത്തെ കുറെ ഐറ്റംസുകൾ വീഡിയോ മൂപ്പരെടുത്ത് അല്ലേ നിങ്ങളുടെ ചാനലിൽ ആദ്യം വന്നിട്ടുണ്ടാവും. ഒരുപാടുണ്ട് അല്ലേ? നമ്മുടെ അണ്ടർ വാട്ടർ ഡ്രോണും വെറൈറ്റി ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ മൂപ്പരെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ അമർത്തി എപ്പോഴും കാണുക അല്ലേ? അത്രയല്ലേ? പിന്നെ അതുപോലെ നിനക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്, ഇനി എന്തൊക്കെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ വന്നപ്പോൾ? ഇനിയിപ്പോ അടുത്തായിട്ട് നമ്മൾ റോബോട്ടിനെ ഇറക്കണം. അതിപ്പോ കണ്ടാൽ നിനക്ക് മനസ്സിലാവും. ഈ ചാലൊക്കെ നല്ലൊരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ലൊക്കേഷനിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പരിസരം നോക്കിയാൽ അറിയാം, അടിപൊളി നല്ലൊരു വൈബുള്ള ലൊക്കേഷൻ, നല്ല പാടം കായലൊക്കെ ആയിട്ടുള്ള അല്ലേ? അതേപോലെ തന്നെ ഈ ചാലുകളിൽ മാലിന്യം ഇതൊക്കെ കുമിഞ്ഞു കൂടി ഇങ്ങനെ നിൽക്കുക. ചണ്ടിയാണെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഓക്കെ, ഇത് റോബോട്ട് തന്നെ പോയിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. മനുഷ്യന്മാരെന്തായാലും ക്ലീൻ ആക്കില്ല. മനുഷ്യന്മാരെന്തായാലും ക്ലീൻ ആക്കില്ല, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ. അപ്പൊ ഇത് റോബോട്ട് പോയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് അതൊരു ചാക്കിലാക്കിയിട്ട് കൊണ്ടുവരും. അതൊരു വെറൈറ്റി ഒരു സംഭവം. ഇപ്പൊ പ്ലാസ്റ്റിക് കുപ്പി ആണെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരും. നമുക്ക് നേരെ അത് ആക്രി കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ അത് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വിൽക്കും ചെയ്യാം, പൈസയും കിട്ടും. അതായത് റോബോട്ടിനെ കൊണ്ട് പണിയെടുപ്പിക്കൂല, അത് സോളാറിൽ വർക്ക് ചെയ്യുകയും ചെയ്യും നമ്മൾ. ഓക്കെ. ഹെൽമെറ്റ് ആണെങ്കിൽ ഹെൽമെറ്റ്, ഇത് ബൈക്കിലെ ഹെൽമെറ്റ് തന്നെ, ബൈക്കിന്റെ ഹെൽമെറ്റ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ്. ഇതിപ്പോ യൂസ് ചെയ്യാതെ തലമണ്ട അടിച്ചു പോകുന്ന എനിക്കറിയാം. അത് ഇതിനെങ്ങനെങ്കിലും വീണ് നമ്മുടെ കാലിന്റെ എല്ലാം ഏറ്റവും ആദ്യം പൊട്ടുക, മുട്ടിന്റെ ചിരട്ടൊക്കെ പൊട്ടും. അടച്ചവൻ അങ്ങനെയാണെങ്കിൽ വിടണം. അപ്പൊ നമുക്കൊന്ന് നോക്കാതായാലും ഒന്ന് വിട്ടു നോക്കാം, ശ്രദ്ധിച്ച് ഓടിക്കണം, ഓടിച്ച് നോക്കാതായാലും. പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഈ റോബോട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞല്ലോ നീ, റോബോട്ട് ഉണ്ടാക്കാൻ എന്ത് പറഞ്ഞപ്പോ ഫണ്ട് എന്തെങ്കിലും വിഷയം ഉണ്ടോ? ഫണ്ട് നല്ല വിഷയമുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും വർക്കിന് പോകും, ആ കിട്ടുന്ന പൈസ കൊണ്ടാണ്. ഞാൻ ഇവന്റെ വീട്ടിൽ പോയിട്ടോ ഒരുപാട് സംഗതികൾ ഇവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയോ ഉണ്ടാക്കാനുള്ള വലിയ വലിയ പ്ലാനുകളിലാണ്. അപ്പോൾ ഇവന് സ്പോൺസേഴ്സിന് ആവശ്യമുണ്ട് എന്നാണ് തോന്നുന്നത് അല്ലേ? അതായത് നല്ല നല്ല ആരെങ്കിലും ഈ കഴിവുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും സ്പോൺസർ ചെയ്ത് പൈസ അല്ലെങ്കിൽ എന്താ മെഷീനറീസുകളൊക്കെ വാങ്ങി കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, മോട്ടർ അല്ലെങ്കിൽ റോബോട്ട് വേണ്ട എന്തെങ്കിലും സാധനങ്ങൾ അല്ലേ, മെറ്റീരിയൽസുകൾ വാങ്ങി കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റിയ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോലത്തെ സാധനങ്ങൾ അവൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും.
നീ ഉണ്ടാക്കി കൊടുക്കൂലേ? ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും? ഇനിയിപ്പോ റോബോട്ടാണ് ഫസ്റ്റത്തെ പ്ലാൻ. ഇനി റോബോട്ട്, അതുപോലെ തന്നെ നമ്മളൊരു ബോട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതായത് സാധാരണ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ വഞ്ചികൾ അങ്ങനത്തെയൊക്കെയാണ് ഇറക്കാം. അതിപ്പോ ചേറുള്ള സ്ഥലത്തുമ്പോൾ അതിന്റെ അടിയിലത്തെ ലീഫ് തടയാം, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാറുണ്ട്. പക്ഷെ ഈ ബോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേറുള്ള സ്ഥലത്ത് നമ്മളൊരു ബെൽറ്റ് വലിച്ചു കഴിഞ്ഞാൽ ആ മുകളിലത്തെ ഫാൻ വെച്ചിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ചേറി കൂടെ പോകും. അതിപ്പോ നീ ഉണ്ടാക്കിയിട്ടില്ലല്ലോ? അത് അതിന്റെ എഞ്ചിനും കാര്യങ്ങളും മാത്രം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി നീ മനസ്സിലായി സ്ട്രക്ചർ ഫുള്ള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഏത് ചേർന്ന് എങ്ങനെയൊക്കെ കൊണ്ടുപോകണം വെള്ളപ്പൊക്കത്തിൽ എങ്ങനെ. ചെറിയൊരു മോഡൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് ഓടിച്ച് കാണിച്ചായിരുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അതിന്റെ മുകളിൽ. അടിയിലും ഇപ്പൊ നമുക്ക് സ്പീഡ് കിട്ടണമെങ്കിൽ വേറൊരു ഗിയർ വലിച്ചു കഴിഞ്ഞാൽ അടിയിലത്തെ ലീഫും കറങ്ങും അല്ലേ? ഓക്കെ, അടിപൊളി. ഇതുപോലത്തെ ഒരുപാട് ആശയങ്ങൾ ഇനിയിപ്പോൾ ഇതിന് മുന്നിൽ നമുക്ക് കാണിച്ചു തരാണ്ടില്ലേ? ഇനിയും ഒരുപാടുണ്ട്. ഇപ്പോൾ ഡെന്നീസാണ് കേട്ടോ ഇതുവരെ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നത്, പരിചയപ്പെടുത്തുന്നതൊക്കെ. അപ്പോൾ ഡെന്നീസിനെ പറ്റി ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. ആരെങ്കിലുമൊക്കെ സ്പോൺസർമാർ വരുമോടാ? ഏതായാലും നമ്മുടെ ചാനൽ കാണല്ലേ ഈ? ഓക്കെ, ഇതിപ്പോൾ എത്ര കിലോ ഉണ്ടാവും ഏകദേശം? ഇത് വേണമെങ്കിൽ ഒരു 25 കിലോന്. അത് നീ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം ആക്കി വെച്ചോണ്ടാണ് അല്ലേ? നല്ല രീതിക്കുണ്ട്. ഏതായാലും നമുക്ക് അതിൻ്റെ പേ അല്ലേ ഇവിടെ? ഏതായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെല്ലൈക്കൺ കൂടി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ഡെന്നീസിനെ പറ്റി തന്നെ ഇനിയും കുറേ വീഡിയോ വരാണ്ട് കേട്ടോ. ഓക്കെ.